നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് പിണറായി വിജയൻ. വി.ഡി. സതീശനെതിരെ തുറന്നടിച്ച് കെ. സുരേന്ദ്രൻ. സന്ദീപ് വാര്യരെ കോൺഗ്രസിലെടുത്തതിനെതിരായി CPM വിമർശനത്തെ പരിഹസിച്ച് കെ. സുധാകരൻ. മാലാഖമുഖത്തിന് പകരം ചെകുത്താനായി കേന്ദ്ര സർക്കാർ അവതരിക്കുന്നു, മന്ത്രി കെ. രാജൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ താൻ എതിർത്തുവരുന്നുവെന്ന് കാര്യം വെളിപ്പെടുത്തി കെ. മുരളീധരൻ. മലപ്പുറത്തിൻ്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടെയും അതിൻ്റെ കാരണം പാണക്കാട് കുടുംബമാണെന്നും സന്ദീപ് വാര്യർ. സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന, ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനം. വാർത്തകൾ വിശദമായി. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് പിണറായി വിജയൻ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. EP ജയരാജൻ വിശദീകരിച്ചതോടെ ആത്മകഥാ വിവാദം പാർട്ടി തള്ളിക്കളഞ്ഞതായും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സന്ദീപ് വാര്യരെ എന്തുകൊണ്ടാണ് വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സന്ദീപ് ഇന്നലെ വരെ എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ജനത്തിനറിയാം. നാടിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയ, ആകാവുന്നതെല്ലാം ചെയ്ത ഒരാളെ പ്രത്യേക ദിവസം മഹാത്മാവായി ചിത്രീകരിക്കാൻ വലതു ക്യാമ്പ് ഒരുമ്പെടുന്നത് പറ്റിയ ജാള്യത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും ഇതിന്റെ ഭാഗമായി സന്ദീപിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് നാട്ടിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കുമെന്ന് സംഭവിച്ചു കഴിഞ്ഞാണ് കോൺഗ്രസ് മനസ്സിലാക്കിയതെന്നും അതിന്റെ വെപ്രാളത്തിലാണ് പാണക്കാട് പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥയെന്ന പേരിൽ മാധ്യമങ്ങൾ കള്ളം പറഞ്ഞു. പുസ്തകത്തിൽ LDF സ്ഥാനാർത്ഥി സരിനെ ജയരാജൻ തള്ളിപ്പറഞ്ഞു എന്നായിരുന്നു വാർത്ത. പുസ്തകം എഴുതുമ്പോൾ സരിൻ എവിടെയെന്ന് വ്യക്തത വന്നിട്ടില്ല. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തലേന്നല്ല എഴുതി കൊടുക്കുന്നത്. ജയരാജൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ജയരാജൻ പാർട്ടിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതോടെ വിവാദം പാർട്ടി പൂർണ്ണമായി തള്ളി. BJP സർക്കാർ കേരളത്തോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. കേരളത്തെ പ്രത്യേക കണ്ണോടെ കാണുന്നു. കേരളം തകരണമെന്ന മനോഭാവത്തോടെ ദ്രോഹിക്കുന്നു. വലിയ രീതിയിൽ ഉപദ്രവം വരുത്തിവെക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. വി.ഡി. സതീശനെതിരെ തുറന്നടിച്ച് കെ. സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ തുറന്നടിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. നിരോധിത ഭീകരവാദ സംഘടനയുമായി സതീശൻ ഉണ്ടാക്കിയ ധാരണയിൽ മറുപടി പറഞ്ഞില്ലെന്നും ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. SDPIയുടെ പേരിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തുകയാണ്. ഭീകരവാദികളെ കൂട്ടുപിടിച്ച് പ്രചാരണം നടക്കുന്നു എന്നത് തെളിഞ്ഞു. SDPI വോട്ട് വേണ്ടെന്ന് പറയാൻ സതീശൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. സതീശന് കണ്ടകശനിയാണ്. SDPI നോട്ടീസിന്റെ പിതൃത്വം ആർക്കെന്ന് ചോദിച്ച സുരേന്ദ്രൻ, PFIയും ജമാഅത്ത് ഇസ്ലാമിയും പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് ഓഫീസിൽ നിറയെ SDPIക്കാർ ആണെന്നും ആരോപിച്ചു. വഖഫ് വിഷയത്തിൽ ഇരുമുന്നണികൾക്കും ഒരേ അഭിപ്രായമാണ്. കുടിയിറക്കപ്പെടുന്നവർക്ക് ഒപ്പം നിൽക്കുന്നില്ല. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് ഒപ്പമാണ് സതീശൻ നിൽക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് 20-ന് കഴിയും. വിഷവിത്തുകളെ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് കലാപം ഉണ്ടാക്കാനേ ഉപകരിക്കൂ. SDPI UDF മുന്നണിയിൽ ഉണ്ടോ? വസ്തുതയിൽ നിന്ന് പിന്മാറുകയാണ്. BJP കൗൺസിലർമാർ UDFിലേക്ക് പോകുമെന്ന അഭ്യൂഹത്തിൽ പ്രതികരിച്ച കെ. സുരേന്ദ്രൻ, ടാക്സ് ഇല്ലാതെ സ്വപ്നം കാണുമെന്നും പരിഹസിച്ചു. കാശുകൊണ്ട് മയങ്ങുന്നവർ അല്ല കൗൺസിലർമാരെന്നും കൂട്ടിച്ചേർത്തു. സന്ദീപുമായി ബന്ധപ്പെട്ട് താൻ ഇനി എന്ത് പറയാനാണ്? പറയാനുള്ളത് എല്ലാം പറഞ്ഞു. കെ. സുധാകരൻ ശാഖക്ക് കാവൽ നിന്ന ആളാണ്. സന്ദീപ് വാര്യർ തരിമ്പ് പോലും ചലനമുണ്ടാക്കുന്നില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കേന്ദ്ര ധനസഹായം സംബന്ധിച്ച പ്രതികരണത്തിൽ അന്തിമ റിപ്പോർട്ട് കേരളം കൊടുത്തിട്ടില്ലെന്നും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാതെ പൈസ കിട്ടുമോ എന്നും കെ. സുരേന്ദ്രൻ ചോദിച്ചു. കേരളത്തിന്റെ കയ്യിൽ ചിലവഴിക്കാൻ ആവശ്യത്തിന് പണമുണ്ടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സന്ദീപ് വാര്യരെ കോൺഗ്രസിലെടുത്തതിനെതിരായി CPM വിമർശനത്തെ പരിഹസിച്ച് കെ. സുധാകരൻ. സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തതിനെതിരായി CPIM വിമർശനത്തെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് കെ. സുധാകരൻ.
CPIM-ന് കിട്ടാത്ത മുന്തിരി പുളിക്കും, അതുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. സന്ദീപ് വന്നത് ഒരു ഉപാധിയുടെയും പുറത്തല്ല. സന്ദീപിന്റെ വരവിനെ കെ മുരളീധരൻ വിമർശിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇത്രകാലം BJPക്ക് ഒപ്പം നിന്ന ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾ ചിന്തിക്കും. ആ ചിന്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാകും. ഈ ഉത്തരം സ്വാഭാവികമായും BJPക്ക് എതിരായിരിക്കും. ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. പറഞ്ഞ വിമർശനങ്ങൾ മാറ്റിപ്പറയും. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്? അത് അദ്ദേഹം ചെയ്യും. മുരളീധരൻ അത്ര വലിയ വിമർശനമൊന്നുമല്ല ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു തിരുത്തൽ എന്ന നിലയിലുള്ള സംസാരമാണ്. സന്ദീപ് വാര്യർ തിരിച്ചു വെറുപ്പിന്റെ കടയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് BJPയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് കെ സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ദീപാദാസ് മുൻഷി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പൽ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കളാണ് സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേദിയിൽ അണിനിരുന്നത്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് സ്വാഗതമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. മാലാഖമുഖത്തിന് പകരം ചെകുത്താനായി കേന്ദ്ര സർക്കാർ അവതരിക്കുന്നു. മന്ത്രി കെ രാജൻ. വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മന്ത്രി കെ രാജൻ. കേന്ദ്ര സർക്കാരിന്റെ മൗനം അപകടകരമാണെന്നും ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത മൗനമാണ് കേന്ദ്ര സർക്കാർ പുലർത്തുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ജൈവബന്ധം ഉണ്ടാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ജൈവബന്ധം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരു മാലാഖ മുഖത്തോടു കൂടിയല്ല കേന്ദ്ര സർക്കാർ കേരളത്തിലെ മനുഷ്യരെ കാണുന്നത്. മാലാഖ മുഖത്തിന് പകരം ചെകുത്താനായി കേന്ദ്ര സർക്കാർ അവതരിക്കുന്നുവെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. അതേസമയം വയനാട് ദുരന്തത്തിൽ കേന്ദ്രം നമ്മെ സഹായിച്ചില്ല എന്നും സഹായിക്കാൻ തയ്യാറായവരെ മുടക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹായം പോയി വാങ്ങാനാകില്ല എന്ന നിലപാടിൽ കേന്ദ്രമെത്തി. ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്രത്തിന് കേരളത്തിനോട്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു, മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു. ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പയിൽ കേന്ദ്രം ഇടപെട്ടു. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ താൻ എതിർത്തുവരുന്നുവെന്ന് കാര്യം വെളിപ്പെടുത്തി കെ മുരളീധരൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ താൻ എതിർത്തിരുന്നുവെന്ന കാര്യം വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. 2 കാര്യങ്ങൾ കൊണ്ടാണ് സന്ദീപിന്റെ വരവിനെ എതിർത്തതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒന്നാമത്തേത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിനാണ്. 2 ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞതിനുമാണ്. അല്ലാതെ സന്ദീപ് വാര്യരുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. താൻ സന്ദീപ് വാര്യരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ മുരളീധരൻ നാളെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ജോർജ് കുര്യനും വന്നാലും താൻ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. മലപ്പുറത്തിന്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടെയും അതിന്റെ കാരണം പാണക്കാട് കുടുംബമാണെന്നും സന്ദീപ് വാര്യർ. മലപ്പുറത്തിന്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടേതാണെന്നും അതിന് കാരണം പാണക്കാട് കുടുംബമാണെന്നും സന്ദീപ് വാര്യർ. കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സൗഹാർദ്ദത്തിൻ്റെതാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ടെ ഈ കുടുംബവും അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള
ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തി നശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയെത്തുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ സിയാത്തങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്തയോട് കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം, മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം എല്ലാ ഒരു കുടുംബം ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത്. BJPയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഹൃദയവേദനയുണ്ടായവർക്ക് എന്റെ ഈ വരവ് ആ മുറിവുണക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. MP രാജേഷ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും തന്നെ കൊല്ലാൻ ഇന്നോവ അയക്കുന്നത് CPIM-ഉം BJP-യും ഒരുമിച്ചാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തിന്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടേതാണ്. അത് മലപ്പുറത്തിന് കിട്ടാൻ കാരണം കൊടപ്പനക്കൽ തറവാടും പാണക്കാട് കുടുംബവും അവരുടെ പ്രയത്നവുമാണ്. കേരളത്തിനും രാജ്യത്തിനും തന്നെ മാതൃകയായ ഈ പാരമ്പര്യം മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ കാര്യം അംഗീകരിക്കുന്നതാണ്. ഉയർന്ന ചിന്തയോടെ മനുഷ്യർ ഒരുമിച്ച് പോകണമെന്നും മാനവ സൗഹാർദ്ദമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് വിശ്വസിക്കുന്ന കുടുംബമാണിത്. ഏതു നേരത്തും ആർക്കും ഏത് സഹായവും ചോദിച്ച് ഇവിടെ വരാൻ സാധിക്കും. കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ ചാരിതാർത്ഥ്യമുണ്ട്. BJPയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഹൃദയവേദനയുണ്ടായവർക്ക് എന്റെ ഈ വരവ് ആ മുറിവുണക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. വ്യക്തിപരമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോടും പെരുമാറുന്ന ആളല്ല ഞാൻ. അത് എന്റെ നാട്ടുകാർക്ക് അറിയാം. ലീഗ് നേതാക്കളിൽ നിന്നും അനുഭവിക്കുന്ന സ്നേഹം വിവരിക്കാനാവാത്തതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതെന്റെ ആദ്യത്തെ വരവാണ്. ഇനി എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു. അന്ന് ദൂരെ നിന്നും എന്നെ കണ്ട അദ്ദേഹം എന്നെയും ചേർത്താണ് ആ ഉദ്ഘാടനം നടത്തിയത്. എന്റെ പാർട്ടിയിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. വലിയ കസേരകൾ കിട്ടട്ടെ എന്നല്ലേ ഇന്നലെ പറഞ്ഞത്. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് എനിക്ക് കിട്ടിയത് ഒരു വലിയ കസേരയാണ്. കൊടപ്പനക്കൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റിയാൽ അത് എനിക്ക് ഏറ്റവും വലുതാണ്. ഭക്ഷണം, വസ്ത്രം, ഭാഷ ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. രാഷ്ട്രീയം ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അത് സ്വീകരിക്കുന്ന സമയത്ത് MP രാജേഷ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നെ കൊല്ലാൻ ഇന്നോവ അയക്കുന്നത് BJP-യും CPIM-ഉം ചേർന്നാണോ എന്ന് സംശയമുണ്ട്. ഈ രണ്ടു കൂട്ടരും ഒന്നിച്ചാണ് കേരളത്തിൽ രാഷ്ട്രീയം നടത്തുന്നത്. ഒരേ ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷമാണ് ഇവർ വിളമ്പുന്നത്. കോൺഗ്രസിന്റെ ഭാഗമായി മാറിയത് ഒരു കണ്ടീഷനോട് കൂടിയാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയിലേക്കാണ് വന്നത്. വെറുപ്പിന്റെ ഫാക്ടറിയിൽ പ്രവർത്തിച്ച് മനമടുത്താണ് മാനവികതയുടെ കോൺഗ്രസിലേക്ക് എത്തിയത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന, ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനം. സന്നിധാനത്തെത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അംഗപരിമിതർക്കും പ്രത്യേക പരിഗണന. വലിയ നടപ്പന്തലിൽ ഒരു വരി അവർക്കായി ഒഴിച്ചിട്ടിട്ടുണ്ട്. കൂടാതെ 18-ാം പടി കയറിയെത്തുമ്പോൾ ഇവരെ ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനത്തിന് അനുവദിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്കൊപ്പം മുതിർന്ന ഒരാളെയും നേരിട്ട് ദർശനത്തിനായി കടത്തിവിടുന്നുമുണ്ട്. ഇക്കാര്യങ്ങൾ അറിയാത്ത പലരും ഫ്ലൈ ഓവർ വഴിയും പോകാറുണ്ട്. സംഘമായി എത്തുന്ന ഭക്തർ കൂട്ടം തെറ്റിപ്പോകുമോ എന്ന ഭയത്താൽ പലപ്പോഴും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ മടിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ചോറൂണിനുൾപ്പെടെ കൊച്ചുകുട്ടികളുമായി ഒട്ടേറെ ഭക്തരാണ് സന്നിധാനത്തിലെത്തുന്നത്. 18-ാം പടി കയറുന്ന അവസരത്തിലും കുഞ്ഞുങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പ്രത്യേക ശ്രദ്ധ നൽകുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരിമത്ര മേഖല സമ്മേളനം നടന്നു. തെക്കൻകരയിലെ വന്യമൃഗശല്യം ഒഴിവാക്കുക, ദേശീയ തലത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരിമത്ര മേഖലാ സമ്മേളനം നടന്നു. 25-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനുകൾ നടക്കുന്നത്.
കരിമത്ര മേഖല സമ്മേളനം വിരുപ്പാക്ക മുസ്ലിം പള്ളി ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PS വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AR അരവിന്ദാക്ഷൻ, AT വർഗീസ്, സരളാദേവി, ജോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. KLDC കനാലിൽ ഉപ്പുവെള്ളം കയറിയതിന് പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയും 14 വർഷക്കാലം കൂമ്പുള്ളി റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും ഇതുവരെയായും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത MLAയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂമ്പുള്ളി പാലത്തിന് സമീപം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ CJ സ്റ്റാലി, KS ദീപൻ, കർഷക കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് പണിക്കൻ, OJ ഷാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ PB ഗിരീഷ്, PV ജോയ്, സ്റ്റീഫൻ പുത്തൂർ, ആൻഡോ ലിജോ, കോൺഗ്രസ് നേതാക്കളായ അബു കാട്ടിൽ, സുനീതി അരുൺകുമാർ, സുബിരാജ് തോമസ്, NK സുലൈമാൻ, CD ആൻഡോ, KR വിശ്വനാഥൻ, P രാധാകൃഷ്ണൻ, TS സുരേഷ് കുമാർ, പീറ്റർ CA, PM സലാം എന്നിവർ പ്രസംഗിച്ചു. ഒരിടവേള. തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 65 വർഷവും ഭക്തി കീർത്തനങ്ങൾക്ക് മുടക്കം വരുത്താതെ കല്ലമ്പാറയിലെ കൂട്ടായ്മ. വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ ശരണമന്ത്രങ്ങൾ ഉയരുന്നതോടെ കാനനവാസനായ കലിയുഗവരദന് ഭജൻ സമർപ്പിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. വടക്കാഞ്ചേരിക്കടുത്ത് കല്ലമ്പാറയെന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ചേർത്തുപിടിച്ച് ഒരു കൂട്ടം ഭക്തർ മണ്ഡലമാസമായാൽ ഇവിടെ ഒത്തുകൂടും. പിന്നെ ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ പാടും. കഴിഞ്ഞ 66 വർഷമായി ഇത് മുടക്കമില്ലാതെ നടത്തിവരികയാണ് ഭക്തർ. കല്ലമ്പാറ നീർച്ചോലിക്കുന്നത്ത് ചന്ദ്രനായിരുന്നു ആദ്യകാലത്തെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ കാലശേഷം മകൻ ഉദയകുമാർ ആ ചുമതല ഏറ്റെടുത്തു. കല്ലമ്പാറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലാണ് മണ്ഡലകാലം 41 ദിവസം മുടങ്ങാതെ ഭജൻ അവതരിപ്പിക്കുന്നത്.
ഗണപതി സ്തുതിയിൽ ആരംഭിച്ച് നാരായണനാമം ചൊല്ലി ഭജൻ സമാപിക്കും. ഭക്തർ കൂട്ടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൽ പങ്കാളികളാകും. നമ്മളിവിടെ SNDP ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുന്നേ തന്നെ ഇവിടെ ഭജന നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ അച്ഛനായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അച്ഛൻ മരിച്ച ശേഷം ഒരു 10-15 വർഷമായിട്ട് ഞാനാണ് നടത്തുന്നത് ഇവിടെ. അപ്പോൾ SNDP ഗോരുമായി ബന്ധപ്പെട്ട് ജാതി നോക്കിയിട്ടോ അല്ലെങ്കിൽ മതം നോക്കിയിട്ടോ അല്ല നമ്മളിവിടെ കാര്യങ്ങൾ മുഴുവനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പൂർണ്ണമായും നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ സന്തോഷമായിട്ട് നമ്മളിവിടെ ഭജന എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടെ SNDPയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും നമ്മളോട് സഹകരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിലും എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടുന്ന കാര്യം. പിന്നെ ആധ്യാത്മികമായിട്ട് ഒരു മണ്ഡലം 41 വരെയുള്ള ഭജന നടത്തുന്നതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒരു സന്തോഷം കിട്ടുന്ന ഒരു വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ഈ കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതിൽ. അതിൽ SNDP നമ്മളോട് ചേർന്ന് നിന്നിട്ട് തന്നെ നമ്മൾ ഈ ഭജന നടത്തുന്നതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവർ നമ്മുടെ ഒപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പരിപൂർണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷം നമുക്ക്. പിന്നെ അച്ഛൻ മരണപ്പെട്ട ശേഷം നമുക്കത് ഏറ്റെടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്കത് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ഭഗവാനോടുള്ള വലിയ എൻ്റെ ഒരു നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ഈ മന്ദിരത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരു 40 ദിവസം മണ്ഡലകാലം ഭജന നടത്താമെന്ന് പറയുന്നത് കുറച്ച് കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ആ പരിപാടി വളരെ ഗംഭീരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം ഗുരുദേവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വലിയ കാര്യത്തിലുണ്ട്. അതിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അതിൽ അവരുടെ സമർപ്പണ മനോഭാവം നമുക്ക് വേണ്ട വിധത്തിൽ കിട്ടുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗുരുദേവൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ ശാഖ ബന്ധപ്പെട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ സമൂഹത്തിലും എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോട്ടോ. പറഞ്ഞ കാര്യങ്ങളാണോ? കല്ലമ്പാറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ മണ്ഡലകാലമായ 41 വരെ 1965 മുതൽ ഭജന നടക്കുന്നതാണ്. ഒരു കൊല്ലം പോലും മുടങ്ങാതെ വളരെ ഭംഗിയായി ഈ ഉദയകുമാർ എന്ന ഭജനാചാനും അവരുടെ കുടുംബവുമായിട്ടാണ് ഭജന നടത്തുന്നത്. ഇവിടെ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. ഇവിടെ സമീപവാസികളെല്ലാവരും ഉണ്ടാവാറുണ്ട്. സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്ന് പാടാനും ഭജനിക്കിരിക്കാനൊക്കെ വരാറുണ്ട്. 49 ദിവസം ഇപ്പോൾ ഒരു പ്രസാദ കൂട്ടുമുണ്ട് കഴിയുന്ന ദിവസം.
അന്ന് തന്നെയാണ് അവിടെ ഈ ഗുരുദേവ പ്രതിഷ്ഠ നടത്തിയത്. ഇപ്പോൾ 9ാമത്തെ കൊല്ലമാണ്. 2014 പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത്. അതിൻ്റെ പ്രതിഷ്ഠാദിനം ഒന്നാണ്. കാലത്ത് 5 മണിക്ക് തൊട്ട് അതിൻ്റെ പൂജകൾ തുടങ്ങും. വൈകുന്നേരത്ത് അതിൻ്റെ പ്രസാദം തൊട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഗുരുദേവൻ്റെ ഒരു ആശയം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഒരു ആശയത്തെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രാവർത്തികമാക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണത്. അതുപോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള അങ്ങനെ ഗുരുദേവ ആശയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഈ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഈ ഭജന നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വൃശ്ചിക മാസത്തിലെ 1-ാം തീയതി തുടങ്ങി 41 ദിവസവും മുടങ്ങാതെ 50 വർഷവും പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും ഒരു സഹകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ മനസ്സാണ് അവർക്ക് എല്ലാവർക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് 41 ദിവസവും ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നാമജപം നടത്തുക, ഭജന പാടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ഗുരുദേവൻ്റെ ആ വാക്കുകളെ എന്നും അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു SNDP എന്ന സംഘടനയുടെ ഒരു നിശ്ചയദാർഢ്യം കൂടിയാണ് ആ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ മനോഹരമായിട്ടാണ് നാളിതുവരെയും അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വർഷവും ഇനിയിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഈ 1-ാം തീയതി വൃശ്ചിക മാസം 1-ാം തീയതി തുടങ്ങിയാൽ 41 ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിട്ടാണ് ഈ ഭജന ഓരോ ദിവസവും തുടങ്ങി സമാപിക്കുന്നത്. ആ ഗുരുവിൻ്റെ ആ ഒരു വചനങ്ങളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഈ ഒരു സംവിധാനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഭാരവാഹികളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് എന്നും തുടർന്നു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രനാശാൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഭജന ആദ്യം തുടങ്ങിയത്. അന്ന് വളരെ എന്താ പറയുക, കറണ്ടും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആൾ തുടങ്ങി വെച്ചത്. പിന്നീട് ഇപ്പോൾ നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞ് പഞ്ചലോഹ വിഗ്രഹമാണ്. അതിനുശേഷം ഇപ്പോൾ നല്ല മാറ്റമാണ്. ശരിക്കും പറഞ്ഞപ്പോൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കല്ലമ്പാറക്കാരുടെ ഒരു ഉത്സവമാണ്. സാധാരണ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 7 ദിവസം 10 ദിവസമൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ശരിക്കും 41 ദിവസമാണ്. അതെല്ലാ കുട്ടികൾക്കും അമ്മമാർക്കും വളരെ എന്താ പറയുക ആനന്ദപ്രദവും അതുപോലെ ഭക്തി നിർഭരമായിട്ടുള്ള ഭജനയാണ് ഇവിടെ നടക്കുന്നത്. അത് ആചാരാനുഷ്ഠാനത്തോടു കൂടിയിട്ടുള്ള ഭജനയാണ്, അല്ലാണ്ട് വെറുതെ ഭജനയല്ല. നമ്മൾ കറക്റ്റ് എല്ലാ ആചാരത്തോടു കൂടിയാണ് ഈ 50 വർഷവും അവരുടെ കുടുംബത്തിന് ഇതുവരെ മുടക്കൊന്നും വരുത്താതെ നടത്താനുള്ളൊരു അനുഗ്രഹവും കൂടിയും ഗുരുദേവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഇനി ഉണ്ടാവട്ടെ. അവർക്കും ആ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടരാജഗിരിയിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രം. പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാർലിക്കാട് ദേശവിളക്ക് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. തച്ചനാഥ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേന്ദ്രമായ പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന ദേശവിളക്ക് ചടങ്ങുകൾക്ക് അകമല ശ്രീധരനും സംഘവും കാർമ്മികത്വം വഹിച്ചു.
പാർലിക്കാട് ദേശവിളക്കാണ്. ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ വിളക്ക് മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ പാർലിക്കാട് ദേശത്തെ ഈ മുടങ്ങി കിടന്ന വിളക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭംഗിയായി പണിയതിന് ശേഷം ഈ വിളക്ക് കൂടി അതിൻ്റെ ഭാഗമായി പുനരുദ്ധാരണം ചെയ്ത് വിളക്കേറ്റവും ഭംഗിയായിട്ട് വീണ്ടും ആരംഭിച്ച് ഇപ്പോൾ ഇതിൻ്റെ 3ാമത്തെ വർഷമാണ് ഈ ദേശവിളക്ക് ആഘോഷിക്കുന്നത്. ഇത് എല്ലാ വിഭാഗം ജനങ്ങളും, ഈ പാർലിക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഏതെങ്കിലും ഉത്സവം, നടരാജഗിരിയിലെ ഉത്സവം അല്ലെങ്കിൽ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് വരുന്ന ആഘോഷപൂർവ്വം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ വിളക്കിപ്പോൾ പാർലിക്കാട് തച്ചനാത്തുകാവിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് നടരാജഗിരി അമ്പലത്തിലാണ് അതിൻ്റെ സമാപനം. വരുന്ന എല്ലാവർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ വിളക്കിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം ഈ വിളക്കിലേക്ക് സ്വാഗതം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് പിണറായി വിജയൻ. VD സതീശനെതിരെ തുറന്നടിച്ച് കെ സുരേന്ദ്രൻ. സന്ദീപ് വാര്യരെ കോൺഗ്രസിലെടുത്തതിനെതിരായി CPM വിമർശനത്തെ പരിഹസിച്ച് കെ സുധാകരൻ. മാലാകമുഖത്തിന് പകരം ചെകുത്താനായി കേന്ദ്ര സർക്കാർ അവതരിക്കുന്നു, മന്ത്രി കെ രാജൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ താൻ എതിർത്തുവരുന്നുവെന്ന് കാര്യം വെളിപ്പെടുത്തി കെ മുരളീധരൻ. മലപ്പുറത്തിൻ്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടെയും അതിൻ്റെ കാരണം പാണക്കാട് കുടുംബമാണെന്നും സന്ദീപ് വാര്യർ. സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന, ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനം. ഇതോടുകൂടി വാർത്ത അവസാനിച്ചു. നന്ദി, നമസ്കാരം.